എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം കലർന്ന നമസ്കാരം. കണ്ണാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും ഇടവക വികാരി പ്രിയപ്പെട്ട വർഗീസ് കരിപ്പേരി അച്ഛനോടൊപ്പം ഇടവകങ്ങൾ നോമ്പുകാലത്തെ പള്ളികൾ സന്ദർശനം ചെയ്തു. വരൂ, നമുക്കും കൂടെ ഒന്ന് സഞ്ചരിച്ചാലോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെയിന്റ് ജൂഡിൻ്റെ നാമത്തിലുള്ള യൂദാപുരം ദേവാലയമാണ്. ഇന്ത്യയിൽ കേരളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്കമാലിയിൽ നിന്ന് മഞ്ഞപ്രയിലേക്കുള്ള ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കിടങ്ങൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നഷ്ടപ്പെട്ട കാരണങ്ങളുടെയും നിരാശജനകമായ സാഹചര്യങ്ങളിൻ്റെയും രക്ഷാധികാരിയായ സെയിന്റ് ജൂഡ് തദയൂസിന് സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ മനോഹരമായ പള്ളി. 1999 ജൂലൈ 26 പള്ളിയുടെ അടിസ്ഥാനം കല്ല് സ്ഥാപിച്ചു. ഇന്ന് കേരളത്തിലുള്ള ഭക്തരെ ആകർഷിക്കുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. പ്രതിവർഷം ഒക്ടോബർ അവസാന വാരത്തിൽ ഇവിടെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേങ്ങൂർ കിടങ്ങൂർ റോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇൻഫന്റ് ജീസസ് ചർച്ച് അഥവാ ഉണ്ണിമിശിക ദേവാലയമാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ കിടങ്ങൂരിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിക്ക് 1909 മുതലുള്ള സമ്പന്നമായ ചരിത്രമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ളതാണ് ഈ പള്ളി. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, കിടങ്ങൂർ ഓക്സിലിയം സ്കൂൾ തുടങ്ങിയ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പള്ളിയുടെ ചുറ്റുപാടിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ദേവാലയമാണ് സെബിപുരത്തുള്ള സെയിന്റ് സെബാസ്റ്റ്യനോസ് പള്ളി. അങ്കമാലിയിൽ നിന്ന് 10 കിലോമീറ്ററും കാലടിയിൽ നിന്ന് 6 കിലോമീറ്ററും അകലെ മഞ്ഞപ്രയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ലോകവിശുദ്ധരിൽ കേരളത്തിൽ ഏറ്റവും അധികം ഭക്തിയുള്ള വിശുദ്ധനാണ് സെയിന്റ് സെബാസ്റ്റ്യൻ അഥവാ വിശുദ്ധ സെബാസ്ത്യാനോസ്. സെബാസ്ത്യാനോസിൻ്റെ തിരുനാൾ കേരളത്തിൽ അമ്പ് തിരുനാൾ, മകര തിരുനാൾ, പിണ്ടി തിരുനാൾ, വെളുത്തച്ഛൻ്റെ തിരുനാൾ തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു. ലോകമെമ്പാടും ജനുവരി 20 വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. എന്നാൽ കേരളത്തിൽ മകരമാസം മുഴുവൻ ആഘോഷിക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമമായ മാണിക്യമംഗലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിന്റ് റോക്സ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസ് നാട്ടിൻ അതിർത്തിയിലുള്ള മൗണ്ട് പ്ലെയർ എന്നയിടത്തിൽ ആ നഗരത്തിൽ സമ്പന്നനായ ഒരു ഗവർണറുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മ മക്കളില്ലാതെ ഉപവാസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞിൻ്റെ ജനനം ഒരു അത്ഭുതകരമായിരുന്നു. എന്തെന്നാൽ ആ കുഞ്ഞിൻ്റെ നെഞ്ചിൽ ചുവന്ന നിറത്തിൽ ഒരു കുരിശടയാളം ഉണ്ടായിരുന്നു. ഈ വിശുദ്ധൻ തൻ്റെ 20-ാം വയസ്സിൽ മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് അവൻ തൻ്റെ ലൗകിക വസ്തുക്കളെല്ലാം ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്തു. ഫ്രാൻസിസ്കൻ 3-ാം ക്രമത്തിൽ പ്രവേശിക്കുകയും കൂടാതെ റോമിലേക്കുള്ള ഒരു പ്രതികാര തീർത്ഥാടകനായി പുറപ്പെട്ടു. അക്കാലത്ത് ഒരു പ്ലേഗ് എപ്പിഡമിക്, ഒരു പകർച്ചവ്യാധി ഇറ്റാലിയിലും ഇറ്റാലിയനടുത്തുള്ള പ്രദേശങ്ങളിലും പടർന്നു കയറി. വിശുദ്ധൻ തൻ്റെ കൈകൾ കൊണ്ട് രോഗികൾക്ക് നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനിടെ ആ പകർച്ചവ്യാധിയിൽ താനും ബാധിക്കപ്പെട്ടു. അരികിലുള്ള കാട്ടിലേക്ക് പോകുകയും അവിടെ ഒരു ധനികന്റെ നായ വിശുദ്ധന് റൊട്ടിക്കഷ്ണങ്ങൾ കൊടുക്കുകയും വ്രണങ്ങൾ നക്കി ശുശ്രൂഷിക്കുകയും ചെയ്തു. സുഖം പ്രാപിച്ചതിനു ശേഷം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവിടെ വെച്ച് പിടിക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. 5 കൊല്ലത്തോളം തൻ്റെ സ്വന്തം നാട്ടിൽ തടവറയിൽ കഴിഞ്ഞ വിശുദ്ധൻ തൻ്റെ പേര് വെളിപ്പെടുത്താതെയാണ് മരിച്ചത്. 1414
വീണ്ടുമൊരു പ്ലേഗ് ഭീഷണി നേരിട്ടപ്പോൾ വിശുദ്ധന്റെ മാധ്യസ്ഥതയ്ക്കായി പൊതു ഘോഷയാത്രകളും പ്രാർത്ഥനകളും നടത്തുകയും വിശുദ്ധനെക്കുറിച്ചുള്ള ചിന്താഗതി ജനങ്ങളിലൂടെ ഉണ്ടാവുകയും ചെയ്തു. ഇത് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മറ്റൊരു കത്തോലിക്ക ദേവാലയമാണ്. കൈപ്പറ്റൂരിലെ അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ചർച്ച്. രക്ഷാധികാരി തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിനും ഭക്തിക്കും ആദരണീയമായ ദുഃഖങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് ഡോളേഴ്സിനാണ് ഈ പള്ളി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ലേഡി ഓഫ് ഡോളേഴ്സ്, ഡോളേഴ്സ് ലേഡി, സോറോഫുൾ മദർ, ദുഃഖത്തിൻ്റെ മാതാവ്, ബീറ്റ മറിയ വിർഗോ പെഡോലൻസ് മേറ്റർ ഡോളറോസ എന്ന പല പേരുകളിൽ ലോകമെമ്പാടും അറിയപ്പെടുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ $7 എന്ന് അറിയപ്പെടുന്ന $7 ഓഫ് മേരി, യേശുവിൻ്റെ അമ്മയെന്ന നിലയിൽ മാതാവ് അനുഭവിച്ച് അഗാധമായ യാതനകളുടെ നിമിഷങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-35 ശിമെയോൻ പ്രവാചകൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്, മറിയേ, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തളച്ചു കയറും എന്ന് ശിമെയോന്റെ പ്രവചനം. രണ്ടാമത്തേത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-21 ഔസേപ്പും മറിയവും ശിശുവായ യേശുവിനോടൊപ്പം ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തരുണം. മൂന്നാമതായി ലൂക്കായുടെ സുവിശേഷം 41:50 ദേവാലയത്തിൽ ഉണ്ണിയെ കാണാതായപ്പോൾ ഉണ്ടായ ഉത്കണ്ഠയും ദുഃഖവും. നാലാമതായി അവസാനത്തെ കാൽവരി യാത്രയിൽ അമ്മയും മകനും തമ്മിൽ കണ്ടുമുട്ടുന്ന വേദനാജനകമായ നിമിഷങ്ങൾ. അഞ്ചാമതായി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-30 വരെ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്ന അമ്മയുടെ ആത്യന്തികമായ ദുഃഖം. ആറാമതായി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധികാരം 39-40 വരെ യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കിയ ശേഷം അമ്മ മകന്റെ ചേതനേറ്റ ശരീരം സ്വീകരിച്ച നിമിഷം. ഏഴാമതായി യോഹന്നാന്റെ സുവിശേഷം 39-42 യേശുവിനെ കല്ലറയിൽ അടക്കുന്നതിന് അമ്മ മറിയം സാക്ഷ്യം വഹിച്ച് അവസാന ദുഃഖകരമായ നിമിഷങ്ങൾ. ഇന്ത്യയിലെ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മനോഹരമായ ഒരു കത്തോലിക്ക ദേവാലയമാണ് കോട്ടമത്തെ സെയിൻറ്റ് ജോസഫ് ദേവാലയം. ജോസഫ് ഔസേപ്പിതാവ്, കന്യാമറിയത്തിൻ്റെ ഭർത്താവും യേശുവിൻ്റെ വളർത്തുപിതാവുമായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ദേവാലയമാണ് ഈ ദേവാലയം. തൻ്റെ കുടുംബത്തോടുള്ള അസഞ്ചലമായ വിശ്വാസത്തിനും അനുകമ്പയ്ക്കും സമർപ്പണത്തിനും ഔസേപ്പിതാവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നു. എല്ലാ വർഷവും മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ പള്ളി ആഘോഷിക്കുന്നു. ഇത് സമീപ പ്രദേശങ്ങളിലുള്ള നിരവധി ഭക്തരെ ആകർഷിക്കുന്നു. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കോട്ടമം എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. റോഡ് മാർഗം വഴി എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. അടുത്തത് നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മറ്റൊരു കത്തോലിക്ക ദേവാലയമാണ്. നീലേശ്വരത്തെ അസംഷൻ മൊണാസ്ട്രി ചർച്ച്. ഈ അസംഷൻ മൊണാസ്ട്രി ദേവാലയം പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇത്
മറിയത്തെ ശാരീരികമായി സ്വർഗത്തിലേക്ക് ഉയർത്തിയതിൻ്റെ സ്മരണാർത്ഥമാണ് കത്തോലിക്ക സന്യാസിമാരുടെയോ പുരോഹിതരുടെയോ ഒരു സമൂഹം താമസിക്കുന്നതും ഒരുമിച്ച് സേവിക്കുന്നതുമായ ഒരു ആശ്രമത്തിന്റെ ഭാഗമാണ് ഈ പള്ളി. എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ാം തീയതി പള്ളിയിൽ പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നു. എറണാകുളം ജില്ലയിലെ നീലീശ്വരം എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും റോഡ് മാർഗത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മറ്റൊരു ദേവാലയമാണ്, കത്തോലിക്ക ദേവാലയമാണ് നടുവട്ടത്തുള്ള സെയിന്റ് ആന്റണീസ് പള്ളി. പോർച്ചുഗീസിലെ ലിസ്ബണിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് സെന്റ് ആന്റണീസ് ജനിച്ചു വളർന്നത്. ഇറ്റാലിയിലുള്ള പാദുവായിൽ വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത്. അതുകൊണ്ട് സെന്റ് ആന്റണീസിനെ സെന്റ് ആന്റണീസ് പാദുവ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശക്തമായ പ്രസംഗം, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവ്, ദരിദ്രരോടും രോഗികളോടും ഉള്ള അചഞ്ചലമായ സ്നേഹവും ഭക്തിയും കൊണ്ട് ശ്രദ്ധേയനായ സഭാ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം 1 വർഷത്തിനുള്ളിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. 1946 ജനുവരി 16 പയസ് 12 മാർപ്പാപ്പ അദ്ദേഹത്തെ സഭയുടെ വൈദികൻ എന്നും കൂടി പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ജൂൺ 13 വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ പള്ളി ആഘോഷിക്കുന്നു. നൊവേന പ്രാർത്ഥനകളിലൂടെ രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പത്തിന്റെ ആസ്വാദവും ഉൾപ്പെടെ വിശുദ്ധ അന്തോണീസിനോടുള്ള ഭക്തികൾക്ക് ഈ പള്ളി പ്രസിദ്ധമാണ്. സെയിന്റ് തോമസ് ലീഗ കേരളത്തിൽ വന്നിറങ്ങി ഈ സ്ഥലത്ത് എത്തിയിരുന്നു. സ്ഥിരം പ്രാർത്ഥന നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. കാലടി പട്ടണത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ്, മലമുകളിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും മലയാറ്റൂർ, കോടനാട് ഗ്രാമങ്ങൾ. പെരിയാർ നദിയുടെ എതിർതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലയാറ്റൂരിലൂടെയുള്ള യാത്രക്കിടെ ശത്രുക്കളായ നാട്ടുകാരെ അഭിമുഖീകരിച്ച് അദ്ദേഹം മലമുകളിലേക്ക് ഓടിപ്പോവുകയും അവിടെ പ്രാർത്ഥനയിൽ മുഴുകിയെന്നും പാറകളിലൊന്നിൽ തന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു. പ്രാർത്ഥനയ്ക്കിടെ അവൻ ഒരു പാറയിൽ സ്പർശിച്ചപ്പോൾ അതിൽ നിന്ന് രക്തം ഒഴുകുന്നതായി വാമൊഴി പാരമ്പര്യം പറയുന്നു. കുരിശുമുടി പള്ളി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇവിടെ തോമസ് ലീഗ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഒരു പാറയിൽ കുരിശടയാളം വരയ്ക്കുകയും അവൻ വളരെ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒടുവിൽ ആ സ്ഥലത്ത് ഒരു സ്വർണക്കുരിശ് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ആ കുരിശ് ഉള്ള സ്ഥലത്ത് പള്ളി പണിയുകയും പള്ളിയുടെ മധ്യഭാഗത്ത് അവശേഷിക്കുന്ന കല്ലിനു മുകളിൽ മറ്റൊരു സ്വർണക്കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. മലയാറ്റൂരിനടുത്ത് കാലടി മലയാറ്റൂർ അടിവാരം റോട്ടിൽ വിമലഗിരി എന്ന സ്ഥലത്ത് മനോഹരമായ ഒരു കത്തോലിക്ക ദേവാലയമാണ് വിമലഗിരി ചർച്ച് എന്നും അറിയപ്പെടുന്ന മേരി ഇമാക്കുലേറ്റ് ചർച്ച്. പരിശുദ്ധ കന്യാമറിയം പാപരഹിതയായി ഗർഭം ധരിച്ചുവെന്ന് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അടിസ്ഥാനമായിട്ടുള്ളതാണ് ഈ പള്ളി. പള്ളി എല്ലാ വർഷവും ഡിസംബർ 8 അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്നു. കാലടി മലയാറ്റൂർ റോട്ടിൽ വിമലഗിരി എന്ന സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സെയിന്റ് തോമസ് സീറോ മലബാർ ചർച്ച് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ പള്ളി മലയാറ്റൂർ അടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ മലയാറ്റൂർ അടിവാരപ്പള്ളി എന്നും അറിയപ്പെടുന്നു. ചരിത്രപരമായ പ്രാധാന്യം ഈ പള്ളിക്കുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ പണിത ഈ പള്ളി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാരമ്പര്യമനുസരിച്ച് യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ സെയിന്റ് തോമസ് അപ്പോസ്തലൻ AD 52 കേരളത്തിലെത്തുകയും
മലയാറ്റൂരിലേത് ഉൾപ്പെടെ 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഒരു പള്ളിക്ക് ഒരു അടിസ്ഥാന കല്ല് സ്ഥാപിച്ചതാൽ മൊത്തം 7.5 പള്ളികൾ എന്ന് അറിയപ്പെടുന്നു. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയുടെ മനോഹരമായ ഉദാഹരണമാണ് ഈ പള്ളി. ഇന്ത്യൻ യൂറോപ്യൻ ശൈലികളുടെ സമന്വയം, ഉയർന്ന മേൽത്തട്ടും കൂർത്ത കമാനങ്ങളും മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് ജനാലകൾ എന്നിവയുള്ള ഗോത്തിക് ശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് പള്ളിയുടെ നിർമ്മാണം. 1998 സെപ്റ്റംബർ 4 മേജർ ആർച്ച് ബിഷപ്പ് മാർ വർക്കി കർദിനാൾ വിധേയത്തിൽ ഈ പള്ളിയെ ആർച്ച് ഡയോഷ്യൻ സ്റ്റേറ്റസിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ഈ പള്ളി നിലവിൽ ഒരു ഇടവക ദേവാലയമായി പ്രവർത്തിക്കുന്നു. എല്ലാ വർഷവും ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച ആയിരക്കണക്കിന് തീർത്ഥാടകർ തോമാസ്ലിഹായുടെ അനുഗ്രഹങ്ങൾക്കായി ഈ ദേവാലയത്തിൽ ഒഴുകിയെത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ചിത്രീകരിക്കുന്ന മനോഹരമായ കൊത്തുപണികളും ഡിസൈനുകളും പെയിന്റിങ്ങുകളും കൊണ്ട് പള്ളി അലങ്കരിച്ചിരിക്കുന്നു. കുമ്പസാരത്തിനും ആരാധനയ്ക്കുമുള്ള സൗകര്യങ്ങളും ഈ പള്ളിയിലുണ്ട്. മാമോദിസ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന കുളവും ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു പരമ്പരാഗത പ്രസംഗപീഠവും ഈ പള്ളിയിലുണ്ട്. എണ്ണയൊഴിച്ച് വിളക്ക് കത്തിക്കുന്ന ഒരു പുരാതനമായ ലാൻഡൻ വിളക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പുത്തൻ ഞായർ, അതായത് ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച, ദുക്രാന, ജൂലൈ 3 സെയിന്റ് തോമസിന്റെ തിരുനാൾ, എക്സാൾട്ടേഷൻ ഓഫ് ദി ഹോളി ക്രോസ്, വിശുദ്ധ കുരിശിന്റെ മഹത്വം, സെപ്റ്റംബർ 14 എന്നിവയാണ് ഇവിടത്തെ പ്രധാന തിരുനാളുകൾ. മലയാറ്റൂർ സെയിന്റ് തോമസ് ചർച്ച് പള്ളി തീർത്ഥാടകർക്കും ഭക്തർക്കും അതുല്യമായ ആത്മീയ അനുഭവം പ്രദാനം ചെയ്യുന്ന വിശുദ്ധവും ചരിത്രപരമായ സ്ഥലവുമാണ്. ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി ഈ പള്ളി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കാലടി സെയിന്റ് ജോർജ് ചർച്ച്. 1960 മാർച്ച് 20 പള്ളി സ്ഥാപിതമായത്. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി രൂപതയുടെ കീഴിലുള്ള പള്ളിയാണ് ഇത്. സെയിന്റ് ജോർജ് ചർച്ച് കാലടി ആലുവ റോഡിൽ ചെങ്കൽ വടക്കുംഭാഗം എന്ന ഇടത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഈ പള്ളി കാലടി സെൻട്രൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ ഫ്രണ്ടിലും ബാക്കിലും റോഡ് ഉണ്ടെങ്കിലും മുൻവശത്ത് വണ്ടികൾ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വളരെ ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കാനും സെയിന്റ് ജോർജിനോട് മധ്യസ്ഥം അപേക്ഷിക്കാനും ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നു. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കാഞ്ഞൂരിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കത്തോലിക്ക ദേവാലയമാണ് കാഞ്ഞൂരിലെ സെയിന്റ് മേരീസ് പള്ളി. പ്രാദേശിക ഭാഷയിൽ കാഞ്ഞൂർ പുണ്യാളൻ, കാഞ്ഞൂരിലെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ പള്ളി. ടിപ്പു സുൽത്താന്റെ ആക്രമണവും പോർച്ചുഗീസ് സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പും ഈ പള്ളിയുടെ മുൻവശത്ത് ചിത്രിക്കപ്പെട്ടിരിക്കുന്നു. മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകൾ പള്ളിയുടെ പ്രധാന അൾത്താരയിലും ചുവരുകളിലും അലങ്കരിച്ചിരിക്കുന്നു. അൾത്താരയിലെ ചില പെയിന്റിങ്ങുകൾ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴവും പരിശുദ്ധ അമ്മയുടെ സന്ദർശനവും പ്രധാന ദൂതൻ ഗബ്രിയേലിന്റെ വെളിപ്പാട് എന്നീ ചിത്രങ്ങൾ വളരെ മനോഹരമായി ചിത്രിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റ കരിങ്കല്ലിൽ നിർമ്മിച്ച കുരിശ്, പ്രൗഢിഗംഭീരമായ പ്രധാന വാതിൽ തുടങ്ങി നിരവധി ചരിത്രാവശിഷ്ടങ്ങൾ ഈ പള്ളിയിൽ നമുക്ക് കാണാം. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ചാവറയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മറ്റൊരു കത്തോലിക്ക ദേവാലയമാണ് ചാവറയിൽ ഈ കാണുന്ന സെയിന്റ് മേരീസ് ചർച്ച്. ഇത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പള്ളിയാണ്. എറണാകുളം രൂപതയിലുള്ള റെക്കോർഡുകൾ അനുസരിച്ച്
AD 1025 ഈ പള്ളി നിർമ്മിക്കപ്പെട്ടതാണെന്ന് അറിയപ്പെടുന്നു. അതിനുശേഷം പല കാലഘട്ടങ്ങളിലായി ഈ പള്ളി പുതുക്കി പണിയപ്പെട്ടിട്ടുണ്ട്. 165 അടി നീളവും 80 അടി വീതിയും ഉള്ള ഈ പള്ളി പരമ്പരാഗത കേരളീയ മറ്റും യൂറോപ്യൻ ഗോതിക് വാസ്തുവിദ്യയുടെ അതിശയിപ്പിക്കുന്ന ഉദാഹരണമാണ്. ചൗരയിലെ ഈ സെയിന്റ് മേരീസ് പള്ളി കേരളത്തിലെ ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. സമീപ പ്രദേശങ്ങളിലുള്ള വളരെയധികം ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അത്ഭുതകരമായ രോഗശാന്തികൾക്ക് പേരുകേട്ട പള്ളി. അനുഗ്രഹവും ആശ്വാസവും തേടി നിരവധി ഭക്തർ പള്ളി സന്ദർശിക്കുന്നു. തീർത്ഥാടകർക്കും ഭക്തർക്കും അതുല്യമായ ആത്മീയ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു വിശുദ്ധവും ചരിത്രപരമായ സ്ഥലവുമാണ് ഈ പള്ളി. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ കോട്ടക്കാവ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു കത്തോലിക്ക ദേവാലയമാണ് വടക്കൻ പറവൂരിലുള്ള സെയിന്റ് തോമാസ് ലീഹയുടെ ഈ പള്ളി. സെയിന്റ് തോമസ് ക്രിസ്ത്യൻ പാരമ്പര്യമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ സെയിന്റ് തോമസ് മാർ തോമാസ് ലീഹ ഇവിടെ വന്ന് AD 52 സ്ഥാപിച്ചതാണ് ഈ പള്ളി. ഇവിടെ സുറിയാനി ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആളുകളെ പരിവർത്തനം ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്ത സെയിന്റ് തോമസിന്റെ അപ്പസ്തോലേറ്റിന്റെ പേരിലുള്ള അപ്പോസ്തലിക് ചർച്ച് എന്ന് വിളിക്കപ്പെടുന്നു. തോമസ് ലീഹ ഇന്ത്യയിൽ വന്ന് സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നാണിത്. ഈ വീഡിയോവിനെ കുറിച്ച് നിങ്ങൾക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കുക. അത് ഇന്ത്യയിലുള്ള കൂടുതൽ പള്ളികളുടെ ചരിത്രങ്ങളെ പറ്റി എടുത്തു പറയാനും നിങ്ങളെ കാണിക്കാനും ഞങ്ങളെ സഹായിക്കും.